എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർച്ച് മാസം സാമ്പത്തിക ഉന്നതികൾ കൊണ്ട് ജീവിതം മെച്ചപ്പെടുത്തുന്ന നക്ഷത്രജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസ് നിങ്ങൾക്കായിട്ട് ഒരു വീഡിയോ പങ്കുവെക്കുകയാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ മാർച്ച് മാസത്തിൽ പടത്തിന് മുകളിൽ കിടന്നുറങ്ങാൻ വരെ യോഗം ലഭിക്കുന്ന നക്ഷത്രജാതകർ, ഒട്ടനവധി സൗഭാഗ്യം നിറഞ്ഞ സന്ദർഭങ്ങൾ ഈ മാർച്ച് മാസത്തിൽ കുറച്ച് നക്ഷത്രജാതകരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. വളരെ കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, കാർത്തിക നക്ഷത്രം പോലെ കത്തിച്ചൊലിച്ച് നിൽക്കുന്ന കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവർ ആസൂത്രണം ചെയ്ത പദ്ധതികൾ ഒരു കരക്കെടുക്കുന്ന ദിവസമാണ് മാർച്ച് മാസത്തിൽ. ഉത്തരവാദിത്തമുള്ള പുതിയ ചുമതലകൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ സാധിക്കും. കുടുംബസ്വത്ത് കൈവശം വന്നു ചേരാനും അത് അനുഭവിക്കുന്നതിനുള്ള യോഗവും ഇവർക്ക് ലഭിക്കും. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയസാധ്യതകൾ ഉണ്ടാകും. നീരസത്തിന് പാത്രമായി അധികാര കേന്ദ്രത്തിൽ ഒറ്റപ്പെടാതെ നോക്കണം. എല്ലാ ചുമതലകളും കാലതാമസം കൂടാതെ നിറവേറ്റാൻ സാധിക്കും. പുതിയ വ്യാപാര സംരംഭം തുടങ്ങുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നീക്കും. ജീവിത പങ്കാളി ദൂരദേശത്തു നിന്നും അവധിക്ക് വരാനും സാധ്യതയുണ്ട്. കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് അയ്യപ്പന് നീരാജനം, നെയ്ത്തേങ്ങ സമർപ്പണം, ശനിയാഴ്ച വ്രതാനുഷ്ഠാനം, ദക്ഷിണമൂർത്തിക്ക് നെയ്വിളക്ക്, കുലദേവതാ പ്രീതിക്ക് വിളക്ക്, കടുംപായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പുതിയ വ്യവസായ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ അവസരമുണ്ട്. പല കാര്യങ്ങളിലും കൗശലവും ബുദ്ധികൂർമ്മതയും കാണിക്കാൻ ശ്രദ്ധിക്കണം. മത്സരങ്ങളിൽ വിജയിക്കും. സന്താനങ്ങൾ മുഖേന സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. കുടുംബഭൂമി സംബന്ധമായ പ്രമാണങ്ങൾ കൈവശം വരും. വെല്ലുവിളിയാകുന്ന പ്രശ്നങ്ങൾ സമചിത്തതയോടെ നേരിടും. എങ്കിലും അമിത ആത്മവിശ്വാസത്തിന് ഇരയാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങളുമൊത്ത് കൂടുതൽ സമയം ചിലവഴിക്കാൻ അവസരം ലഭിക്കും. ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വിവാഹം ഉറപ്പിക്കും. ആഗ്രഹ സാഫല്യവും ഉണ്ടാകും. രോഹിണി നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ദേവിക്ക് ചുറ്റുവിളക്ക് തെളിയിക്കൽ, ദേവി ഭാഗവത പാരായണം, ഹനുമാന് വെറ്റിലമാല ചാർത്തൽ, വടമാല സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വ്യാപാര സംബന്ധമായ ആവശ്യങ്ങൾക്ക് പണം മുടക്കും. വീട്ടിൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടി വരും. ഉദ്യോഗ കയറ്റത്തിന് സാധ്യതയുണ്ട്. ഭാഗ്യത്തിൻ്റെ ആനുകൂല്യത്താൽ സംരംഭങ്ങളിൽ വലിയ വിജയം ഉണ്ടാകും. സന്താനങ്ങൾ കാരണം ചെറിയ വിഷമങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ അത് മാറിത്തുടങ്ങും. മാതാപിതാക്കൾ അവരുടെ കൂട്ടുകെട്ടുകൾ ഒന്ന് ശ്രദ്ധിക്കണം. പണം ചിലവഴിക്കുന്ന കാര്യത്തിൽ കർശനമായ നിയന്ത്രണം ഈ ദിവസങ്ങളിൽ അനിവാര്യമാണ്. പുതിയ കരാറുകൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കും. ഗൃഹത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാകും. ഓഹരി വിപണിയിൽ നിന്നും ചിട്ടിയിൽ നിന്നും ആദായം ലഭിച്ചു തുടങ്ങും. മകയിരം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് സുബ്രഹ്മണ്യന് പാലഭിഷേകം, ഭസ്മാഭിഷേകം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ദേവിക്ക് ത്രിമധുരം നിവേദ്യം, ഭദ്രകാളിക്ക് കുരുമുളക്, മഞ്ഞൾ എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം.
വീട് വിട്ട് താമസിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. സ്വജനങ്ങളിൽ നിന്ന് ഓരോ കാര്യത്തിലും അനാവശ്യമായ എതിർപ്പുകൾ ഉണ്ടാകും. ജോലിസ്ഥലത്ത് എതിരായി ചില കരുനീക്കങ്ങൾ നടക്കും. എന്നാൽ ക്രമേണ അതെല്ലാം കെട്ടടങ്ങും. മുടന്തി നീങ്ങിയ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് സഹായം ലഭിക്കും. കുടുംബകാര്യങ്ങളിൽ കൂടുതലായി ഇടപെടും. ചുമതലകൾ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും. സർക്കാരിൽ നിന്ന് പ്രതികൂല നടപടികൾ ഉണ്ടാകുമെന്ന ആശങ്ക വേണ്ട. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് അയ്യപ്പന് കർപ്പൂരം കത്തിക്കൽ, സുബ്രഹ്മണ്യന് പാനക നിവേദ്യം, രുദ്രാക്ഷധാരണം എന്നിവ നടത്തി ഈ മാർച്ച് മാസത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുക. ജീവിത വിജയം നിശ്ചയമാണ്. ഇനി അനിഴം നക്ഷത്ര ജാതകരെ കുറിച്ചാണ് എടുത്തു പറയേണ്ടത്. ഓരോ കാര്യത്തിലും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. മനസ്സിനു പിടിക്കാത്ത ആളുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ വരും ദിവസങ്ങൾ ശ്രദ്ധിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പുരോഗതി ഉണ്ടാകും. തുടർന്നു വന്ന തടസ്സങ്ങൾ അകലും. തൊഴിലിലും ബിസിനസ്സിലും നല്ല ഉയർച്ച ഉണ്ടാകും. ലാഭം വർദ്ധിക്കും. ഏറ്റെടുത്ത കരാർ പണിയിൽ നിന്ന് ലഭിക്കാനുള്ള പണം തീർത്തു കിട്ടും. പുരോഗതിക്കായി ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണ ഫലം നേടാൻ സമയമെടുക്കില്ല. പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ അത് ലഭിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഹനുമാന് വെറ്റിലമാല ചാർത്തൽ, അവൽ നിവേദ്യം, ശനിയാഴ്ച വ്രതാനുഷ്ഠാനം, ശിവന് ധാര, പിൻവിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് തൃക്കേട്ട നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് പറയാം. ചിലവുകളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. പുതിയ സംരംഭം ആരംഭിക്കുകയോ നിലവിലുള്ളത് പുഷ്ടിപ്പെടുകയോ ചെയ്യും. സന്താനങ്ങൾ പഠനത്തിലും കലാപ്രവർത്തനങ്ങളിലും ശോഭിക്കും. വ്യാപാരത്തിൽ നിന്ന് മികച്ച വരുമാനം പ്രതീക്ഷിക്കാം. ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വിജയിക്കും. ഇഴഞ്ഞു നീങ്ങിയ പദ്ധതികൾ പുരോഗമിക്കും. സേനാ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റത്തിന് സാധ്യതയുണ്ട്. ജോലിയിൽ മികച്ച അവസരങ്ങൾ ലഭിക്കും. യാത്രകൾ ഒഴിവാക്കണം. തൃക്കേട്ട നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ദേവിക്ക് കുങ്കുമാർച്ചന, കതിന വെടിവഴിപാട്, ശിവന് കൂവളമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി മൂലം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പൊതുജനങ്ങളുടെ പ്രശംസയ്ക്ക് പാത്രമാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില സ്ഥാനമാനങ്ങൾ ലഭിക്കും. തൊഴിൽപരമായിട്ടും മറ്റും നല്ല സമയമാണ്. സഹപ്രവർത്തകരുമായിട്ട് സൗഹാർദ്ദത്തിൽ കഴിയും. പൊതുരംഗത്ത് ആദരവ് നേടും. പിന്നിൽ നിന്ന് കുത്തുന്നവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം. കരാർ ഇടപാടുകളിലും വ്യാപാരങ്ങളിലും ലാഭം വർദ്ധിക്കും. ഗൃഹം നവീകരിക്കാൻ അവസരങ്ങളുണ്ട്. വ്യവഹാരത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവസരങ്ങളുണ്ട്. മൂലം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് നീരാജനം, നെയ്ത്തേങ്ങ സമർപ്പണം, ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യൽ, ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പട്ട് സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി പൂരാടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വ്യാപാരത്തിൽ കൂടുതൽ വരുമാനം. രാഷ്ട്രീയ പ്രവർത്തകർക്ക് വൻ വിജയം ലഭിക്കും. പൊതുപ്രവർത്തകർക്ക് പ്രശസ്തിയും അംഗീകാരവും ഉണ്ടാകും. കുടുംബത്തിൽ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കാം. അതുപോലെ തന്നെ കല്യാണ ആലോചനയിൽ തീരുമാനം എടുക്കാൻ സാധിക്കും. ഗുണദോഷങ്ങൾ ശരിയായി പഠിച്ച ശേഷമേ എന്ത് കാര്യത്തിലും തീരുമാനം എടുക്കാവൂ. അയൽക്കാരുമായിട്ട് വാക്കുതർക്കത്തിനും കലഹത്തിനും സാധ്യതയുണ്ട്, ഒഴിവാക്കുക. പൂരാടം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ശത്രു സംഹാര പുഷ്പാഞ്ജലി, ശിവന് പിൻവിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി ഉത്രാടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പങ്കാളിത്ത വ്യാപാര സംരംഭത്തിൽ ഏർപ്പെടാൻ അവസരമുണ്ട്. മുതിർന്നവർക്ക് രോഗസാധ്യത വർദ്ധിക്കും. സർക്കാർ ജോലിക്ക് യോഗം, കർമ്മവിജയം ഇവ കാണുന്നു. പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്.
എന്നാൽ അവയെ ആത്മസംയമനത്തോടെ നേരിടും. ധനപരമായ കാര്യങ്ങളിൽ വിശ്വസ്തരുടെ ഉപദേശം തേടണം. സാമ്പത്തിക നേട്ടവും അഭിവൃദ്ധിയും ഉണ്ടാകും. സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളും ലഭിക്കും. ഉത്രാടം നക്ഷത്രജാതകർ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം, നെയ്വിളക്ക്, വെണ്ണ ചാർത്തൽ എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക.